ഇപ്പോഴും സോഷ്യൽ മീഡിയ നിറയെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് നിറയുന്നത്. 25ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ 6-ൽ വിജയിച്ചത് ജിൻഡോയാണ്. അർജുനായിരുന്നു റണ്ണറപ്പ്. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ താമസം എന്നും ഏതൊരു ബിഗ് ബോസ് ആരാധകന്റെയും സ്വപ്നമാണ്. പലരുടെയും വാക്കുകളിലൂടെ അറിഞ്ഞത് അനുഭവിക്കാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല. ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ മത്സരാർത്ഥികളുടെ പ്രിയപ്പെട്ടവർക്ക് ബിഗ് ബോസ് ഹൗസിന്റെ സെറ്റിൽ കയറാൻ അവസരം ലഭിക്കാറുണ്ട്. അവിടേക്ക് മത്സരാർത്ഥിയായി കയറിയാൽ പിന്നെ ജനങ്ങൾ തീരുമാനിക്കുമ്പോഴല്ലാതെ പുറത്തേക്കിറങ്ങാൻ കഴിയില്ല. 100 ദിവസം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അപരിചിതർക്കൊപ്പം കഴിയുക എന്നതാണ് അവിടേക്ക് കടന്നു ചെല്ലുന്ന ഏതൊരു മത്സരാർത്ഥിക്കും കടക്കേണ്ട പ്രധാന കടമ്പ. ഇതുവരെ 6 സീസണുകൾ മലയാളത്തിലുണ്ടായി. ഇതിനോടകം നിരവധി താരങ്ങൾ ബിഗ് ബോസ് ഹൗസിലെത്തി തങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ നടത്താറുണ്ട്. നടൻ കമൽഹാസൻ വരെ വിക്രം സിനിമയുടെ റിലീസ് സമയത്ത് ബിഗ് ബോസ് മലയാളത്തിൽ പ്രൊമോഷനായി എത്തിയിരുന്നു. അത്തരത്തിൽ ഈ സീസണിൽ നടൻ ദിലീപ്, നടി ഉർവശി തുടങ്ങിയവരും ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ എന്നിവർ സിനിമ ഓഡീഷനുമായും ഹൗസിലേക്ക് എത്തിയിരുന്നു. ഉർവശി ഏറ്റവും പുതിയ സിനിമ ഉള്ളൊഴുക്കിന്റെ പ്രൊമോഷനായാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നത്. മത്സരാർത്ഥികളുമായി ഏറെ നേരം സമ്പാദിച്ച ശേഷമാണ് ഉർവശി മടങ്ങിയത്. ഇപ്പോഴിതാ സിനിമയുടെ പ്രൊമോഷനായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബിഗ് ബോസിൽ പോയ അനുഭവം ഉർവശി വെളിപ്പെടുത്തിയതിന്റെ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അഭിമുഖത്തിനായി തയ്യാറെടുക്കുന്നതിനിടെ നടി പാർവതിയോടും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരോടുമായുമാണ് ബിഗ് ബോസ് ഹൗസ് അനുഭവം ഉർവശി പങ്കിട്ടത്. ബിഗ് ബോസിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ക്രൂവിലെ അംഗങ്ങൾ തന്റെ കണ്ണുകൾ കെട്ടാൻ വന്നുവെന്നും എന്നാൽ താൻ അതിന് സമ്മതിച്ചില്ലെന്നുമാണ് ഉർവശി പറഞ്ഞത്. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ ഇരുട്ടിലൂടെയാണ് അവർ ഏറെ നേരം എന്നെ നടത്തിയത്. ചുറ്റുപാടും ഡാർക്കായാൽ എൻ്റെ ബോഡി പെട്ടെന്ന് അൺബാലൻസ്ഡ് ആകും. കണ്ണു കെട്ടാൻ വന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. അവരെ കണ്ണുകെട്ടി കൊണ്ടുപോകുന്നത് കുഴപ്പമില്ല. എൻ്റെ കണ്ണ് എന്തിനാണ് കെട്ടുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പിന്നെ മൊബൈലിലെ ടോർച്ചൊക്കെ ഓൺ ചെയ്ത് കക്കാൻ പോകുന്നത് പോലെയാണ് പോയത്. മുഴുവൻ ജനാലയായതുകൊണ്ട് അവർക്ക് കാണാൻ സാധിക്കും എന്നാണ് ഉർവശി അനുഭവം പങ്കിട്ട് പറഞ്ഞത്. തന്റെ മകളൊക്കെ ബിഗ് ബോസ് പ്രേക്ഷകയാണെന്ന് ഹൗസിൽ വന്നപ്പോൾ ഉർവശി വെളിപ്പെടുത്തിയിരുന്നു. ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ ഉർവശിയും പാർവതിയും ഒന്നിക്കുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്.